കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി ഇന്നറിയാം. ധവളപത്രം ഇന്ന് നിയമസഭയിൽ. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും ബാധ്യതകളും വ്യക്തമാക്കുന്ന ധവളപത്രം സംസ്ഥാന സർക്കാർ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. രാവിലെ ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ധവളപത്രത്തിന് ഔദ്യോഗികമായ അംഗീകാരം നൽകും. ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച വിശദാംശങ്ങൾ സഭയെ അറിയിക്കും. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച കെ.എം. ചന്ദ്രശേഖരൻ സമിതിയുടെ റിപ്പോർട്ടാണ് ധവളപത്രമായി സഭയിൽ വരുന്നത്. ഈ സമിതിയുടെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളുമായിരിക്കും വരാനിരിക്കുന്ന വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിന്റെ ദിശാസൂചിക. ഒരു സർക്കാരിന്റെ കൃത്യമായ സാമ്പത്തിക നിലവാരം, വരുമാന സ്രോതസ്സുകൾ, കടബാധ്യതകൾ, ഭാവിയിലെ സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവ വ്യക്തമാക്കുകയാണ് ധവളപത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ട്രഷറിയിലെ പണലഭ്യത, റവന്യൂ കമ്മി, സംസ്ഥാനത്തിന്റെ ആകെക്കടം എന്നിവയുടെ കൃത്യമായ കണക്കുകൾ ധവളപത്രത്തിൽ രേഖപ്പെടുത്തും. നികുതി പിരിവിലെ പോരായ്മകളും തടസ്സപ്പെട്ട് കിടക്കുന്ന പദ്ധതികളും ചൂണ്ടിക്കാട്ടി പൊതുജനങ്ങളെയും നിയമസഭയെയും സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം. കേരളത്തിൽ സാധാരണയായി പുതിയൊരു സർക്കാർ അധികാരമേൽക്കുമ്പോഴാണ് മുൻ സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വിലയിരുത്താൻ വേണ്ടി ധനകാര്യ ധവളപത്രങ്ങൾ പുറത്തിറക്കാറുള്ളത്. 1987 കേരളത്തിൽ ആദ്യമായി ധവളപത്രം ഇറക്കുന്നത്. ഇ.കെ. നയനാർ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ധനമന്ത്രി വിശ്വനാഥ മേനോനാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയാകെ കെ. കരുണാകരൻ സർക്കാർ തകർത്തെന്ന് ആരോപിച്ചായിരുന്നു ആ ധവളപത്രം. 2001 എ.കെ. ആന്റണി സർക്കാർ അധികാരമേറ്റപ്പോൾ അന്നത്തെ ധനമന്ത്രി കെ. ശങ്കരനാരായണനും വൈറ്റ് പേപ്പർ പുറത്തിറക്കി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനും തുടർന്ന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും ആന്റണി സർക്കാർ ധവളപത്രം ഉപയോഗിച്ചു. ആനുകൂല്യങ്ങൾ വെട്ടിക്കുറിച്ചതിനെതിരെ 32 ദിവസം നീണ്ട സർക്കാർ ജീവനക്കാരുടെ വൻ പ്രക്ഷോഭത്തിന് കാരണമായതും ഈ ധവളപത്രമായിരുന്നു. 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റപ്പോഴും ധവളപത്രം ഇറക്കി. ധനമന്ത്രിയായിരുന്ന കെ.എം. മാണിയാണ് ധവളപത്രം നിയമസഭയിൽ അവതരിപ്പിച്ചത്. 2016 ഒന്നാം പിണറായി സർക്കാരും ധവളപത്രം ഇറക്കി. ടി.എം. തോമസ് ഐസക്കാണ് ധവളപത്രം അവതരിപ്പിച്ചത്. ഇനിയിപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കേരളത്തിന്റെ 5ാം ധവളപത്രമാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം എന്താണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയെന്ന് മനസ്സിലാക്കാനും മുന്നിലുള്ള വെല്ലുവിളികൾക്ക് എന്ത് പരിഹാരമെന്നും ധവളപത്രത്തിലൂടെ വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ.